സ്വർഗരാജ്യ പ്രവേശനത്തിന് സ്ഥലം തട്ടിയെടുത്ത ദ്രവ്യദാസൻ. ദ്രവ്യദാസന്മാരുടെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ITV ന്യൂസ് ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് പാലക്കാട്ട് നിന്നും എന്നെ വിളിച്ച ആൻസി എന്ന വീട്ടമ്മയുടെ വാക്കുകളാണ്. CSI സഭാംഗമായ അവരുടെ രണ്ടാം വിവാഹത്തിൽ അവർ വിവാഹം കഴിച്ച വ്യക്തി ഒരു ഹൈന്ദവ സമുദായാംഗമായിരുന്നു. അദ്ദേഹം ഷിജു കുര്യാക്കോസ് എന്ന ഒരു പൈശാചിക ദ്രവ്യദാസനെ പരിചയപ്പെടുകയും അയാളുടെ പൈശാചിക കൂട്ടായ്മയുടെ ഭാഗമാകുകയും ചെയ്തു. നിത്യരക്ഷയ്ക്കും സ്വർഗരാജ്യപ്രവേശനത്തിനും നിന്റെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം അയാളുടെ പൈശാചിക സഭയ്ക്ക് ഒരു കെട്ടിടം പണിയുവാൻ നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പാവമനുഷ്യൻ മറ്റൊന്നും ചിന്തിക്കാതെ അപ്രകാരം എഴുതി കൊടുത്തു. ഇപ്പോൾ ആൻസിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദ്രവ്യദാസൻ ആ കണ്ണായ സ്ഥലം മറിച്ചു വിൽക്കുവാൻ പോകുന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയാണ് ആൻസി. ഇതുപോലെയുള്ള കള്ളപ്പാച്ചർമാരുടെയും ദ്രവ്യദാസന്മാരുടെയും കൂതാശ കുപ്പായ തൊഴിലാളികളുടെയും കെണികളിൽ വീണ് ആയിരക്കണക്കിന് ആളുകളുടെ പണവും സ്വർണവും വസ്തുവകകളും പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനിയും നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. ആൻസിയുടെ ഈ അനുഭവം ഞങ്ങൾ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം ഇനിയും ആരും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് വീഴരുത് എന്ന് കരുതി മാത്രമാണ്. ആൻസിയുടെ വാക്കുകളിലേക്ക്. എന്റെ പേര് ആൻസി എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് അയാൾ ഏട്ടനോട് 1/2 ഏക്കർ സ്ഥലം തട്ടിച്ചു വാങ്ങിച്ചു. അതായത് ഒരു 10 സെന്റ് പള്ളി പണിയാൻ. പൊട്ടറായിരുന്നു ഇതുപോലെ ഒരു പാച്ചർ വന്ന് ചോദിക്കും 1/2 ഏക്കർ സ്ഥലം ചുമ്മാ എഴുതി കൊടുക്കാൻ. അദ്ദേഹം മർച്ചന്റ് നേവി കഴിഞ്ഞിട്ട് മർച്ചന്റ് നേവിയിലും പോയി ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അതൊരു ഹിന്ദു ആയിരുന്നു. വിശ്വാസത്തിൽ വന്നപ്പം ദൈവത്തോട് ഒരു കൂടുതൽ അടുപ്പം വന്നപ്പം വിശ്വസിച്ചു പോയി ഒരു മനുഷ്യനെ. അയാൾ ഇത്രയും വിശ്വസിച്ചാലും ഇങ്ങനെ ഉള്ള 1/2 ഏക്കർ സ്ഥലമൊക്കെ എഴുതി കൊടുക്കാന്നൊക്കെ പറയുന്നത് അത് അപാര വിശ്വാസം. അങ്ങനെ തന്നെ വേണം. ആരും അത് അങ്ങനെ ഒരു കൺകെട്ടില ഒരു വശീകരണ ശക്തിയിൽ ഒരു മനുഷ്യൻ പെട്ടുപോകുമല്ലോ. നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ 2016 1/2 ഏക്കർ സ്ഥലം എഴുതി വാങ്ങിച്ചു. അപ്പൊ ഇത് തട്ടിപ്പാന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ അയാളോട് തർക്കിക്കാൻ നിന്നു. അപ്പൊ അയാൾ എന്നോട് പറയുമായിരുന്നു, വെല്ലുവിളിക്കുമായിരുന്നു, നിങ്ങൾ എവിടെ പോയി കേസ് കൊടുത്തോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോക്കുവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾ കയറി വന്നിട്ടാണ് ഈ പറച്ചില്. ഏതായാലും 2018 ഏട്ടൻ മരിച്ചുപോയി. ഇയാള് നല്ല റബ്ബർ തോട്ടമാണ്. നമ്മുടെ ധോണി ഭാഗത്താണ് ഇത്. പാലക്കാട് ധോണി എന്ന സ്ഥലത്താണ്. അയാള് ഇപ്പൊ ആ റബ്ബറൊക്കെ അങ്ങനെ നിൽക്കുവായിരുന്നു. 1/2 ഏക്കറിൽ അയാൾ ഇപ്പൊ ദൈവം തമ്പുരാൻ ഇവിടെ വന്ന് ഇറങ്ങും, ഞാനിവിടെ പള്ളി പണിയാൻ പോകുന്നത് ഭയങ്കര വശീകരണമായിരുന്നു. അവസാനം ഇപ്പൊ ഇന്ന് രാവിലെ ഇയാളുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ റബ്ബർ മൊത്തം മുറിക്കുവാണ്. ഈ സ്ഥലത്തെ റബ്ബർ മൊത്തം മുറിക്കുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണ് ഇത് മുറിക്കുന്നത്? ഇത് പള്ളിക്ക് പണിയാ. ആ പള്ളിക്കാരന് ഞങ്ങൾക്ക് തന്നതാണ് മരം മുറിക്കാനായിട്ട്, എന്നിട്ട് സ്ഥലം വിൽക്കാനാണെന്ന്. അത് ഒരിക്കലും വിൽക്കരുതെന്നും പറഞ്ഞിട്ട് അങ്ങനെ പള്ളി പണിയാൻ പറഞ്ഞിട്ടാണ് ഇത് എഴുതി കൊടുക്കുകയും പോക്കുവരവൊക്കെ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു 5 പൈസ തിരിച്ചു തന്നിട്ടില്ല. എന്നിട്ട് 50 ലക്ഷത്തിനോ എത്രയോ ആണ് ഇയാൾ വാങ്ങിയെന്ന് പറഞ്ഞ് വരെ എഴുതി വെച്ചിട്ടുണ്ട് അതില്. അപ്പൊ ഇത് മുറിക്കുന്ന കണ്ടപ്പോഴത്തെ എനിക്ക് സങ്കടം വന്നിട്ട് എനിക്ക് വയ്യ. ഞാൻ എവിടെ നാനാ ഭാഗത്ത് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടില്ല. ആരോട് എന്ത് പറയാനാണ്? ബന്ധുക്കൾ അങ്ങനെ ആരും ഒന്നും തന്നെ നമുക്ക് അത് എന്താ അവരുടെ പാട് അവരായി എന്നുള്ള മട്ടായി. അപ്പൊ ഇയാളിത് മുറിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പണിക്കാരൊന്നും ചുമട്ടുകാരും ഒക്കെ നിന്ന് മുറിച്ചെടുക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഇതൊക്കെ എന്ത് ചെയ്യാനാ? ദൈവത്തെ അങ്ങ് ഏൽപ്പിക്കുക, ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത്രയോ വർഷങ്ങളായി. ഇയാളത് വിറ്റ് പോകാനായിരിക്കാൻ നോക്കുന്നത്. ആ പാച്ചറിന്റെ പേരെന്താ? ഷിജു കുര്യാക്കോസ്. അയ്യോ, ബാംഗ്ലൂരുകാരനാണ് ഒരുത്തൻ. ഒരു യാക്കോബയിൽ നിന്നും കണ്ട് വന്ന് ഇതിലേക്ക് ഇങ്ങോട്ട് ആയതും കണ്ടാണ്. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. അവന്റെ പൈശാചിക സഭയുടെ പേരെന്തുവാ? ചർച്ച് ഓഫ് കോഡ് അങ്ങനെയൊന്നും സംഭവമാണ് ഇത്. ഇതുകൊണ്ടല്ലേ ABCD തൊട്ട് അങ്ങോട്ട്. അല്ല, ഇത്രയും നിങ്ങൾ ഇവന്മാരുടെ കൂടെ പോയിട്ട് അവസാനം ഇവന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ പോയി അവസാനം 1/2 ഏക്കർ സ്ഥലം വരെ എഴുതി കൊടുത്തിട്ട് ഇവന്റെ ഒന്നും സ്ഥാപനത്തിന്റെ പേര് പോലും അറിയത്തില്ലേ? അല്ല, ഞാൻ പിന്നെ പോകാറില്ലായിരുന്നു. ഞാൻ അതോടുകൂടി ഞാൻ വിട്ടു. ഞാൻ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായതിനു ശേഷം അയാൾ പിന്നെ എന്നെ കാണുമ്പോഴത്തേക്കും ഏട്ടനെ മാത്രം വിളിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ വരിക ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ. എന്തായാലും അതിനുശേഷം ഏട്ടൻ മരിച്ചപ്പോൾ അയാളുടെ കയറി വന്നു. അപ്പൊ നമുക്ക് ഇറങ്ങി അവരും എല്ലാം കൂടെ കയറി വന്നിരുന്നു. അപ്പൊ ഇറങ്ങി പോകാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോ മുറിക്കുകയോ ചെയ്യുമ്പോഴത്തേ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ, ഞങ്ങളൊന്ന് അത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇവിടെ എന്തായാലും പള്ളി പണിയെന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ഇവിടെ മൊത്തം ഹിന്ദുവിന്റെ ഏരിയ ആണ്. അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. ഇവിടെ ആരും അങ്ങനെ ഇല്ല. അതായത് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു പോലും നോക്കാതെ ആണോ എഴുതുന്നത്? ഞാൻ എന്നെ അതിലൊന്നും ഇടപെടുത്തിയിട്ടില്ല. ഞാൻ ഏട്ടൻ തന്നെ അയാൾ കൊണ്ടുപോയി അതിലേതിലും കൊണ്ടുവന്ന് അങ്കിളെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന് അയാളത് എഴുതി വാങ്ങിക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോ ദൈവത്തിനോട് മാത്രമേ ഇത് സാക്ഷിയുള്ളൂ എനിക്ക്. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ? അതായത് ഇതിനകത്ത് ഒറ്റ സിമ്പിൾ ഈ കച്ചവടങ്ങളിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ബയർ ബിവെയർ. അതായത്
വാങ്ങുന്നവൻ നോക്കി മേടിക്കണമെന്ന് പറയും. പിന്നെ നമ്മൾ നിലവിളിച്ചിട്ടും കൈകാലിട്ട് അടിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. പക്ഷെ ഈ കേസിൽ ഇത് അങ്ങോട്ട് നിങ്ങൾ അയാൾക്ക് കൊണ്ട് കൊടുത്തതല്ലേ? ഈ വിഷയത്തിൽ അങ്ങോട്ട് നിങ്ങളുടെ ഭർത്താവ് സ്വമേധയാ അയാള് എഴുതി കൊടുത്ത സാധനമാണ്. അങ്ങനെ തീറാധാരം നടത്തി പോക്കുവരവെല്ലാം നടത്തി ആ ഭൂമിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഈ മരം മുറിക്കുന്നതൊക്കെ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് മറ്റുള്ളവരുടെ കയ്യിലും ഭാഗമാകണം. ഇതുപോലെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഈ കള്ളന്മാര് ഇവൻ കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് വെള്ളയൊക്കെ ഇട്ട് ഇവൻ വേദപുസ്തകം കഷത്തി വെച്ചു വന്ന് ഇവൻ ഇതുപോലെ ഇവനൊക്കെ വന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഈ പാവങ്ങൾ അതിൽ വീണു പോവും. ഈ പറഞ്ഞ പോലെ ഇവന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോലെന്ന് വരെ അവൻ തോന്നിപ്പിക്കും. അല്ല, അതായത് ഇവിടെ വന്ന് കിടന്നുകൊണ്ട് കൊട്ടും പാട്ടും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിള്ളേര് പോലും അതിന് എന്തായി കാണിക്കുന്നുള്ളതിൽ അവര് പോലും ആ ഈമാര് വരുമ്പോ ഇറങ്ങി പോകുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഞാനിത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെ കളിയാക്കിയതോ അല്ല ഞാൻ തുടങ്ങിയത്, മറ്റൊന്നുമല്ല. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സാക്ഷിയായത്. കാരണം ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ യുവമാരെ കൊണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മീശയും പഠിച്ച് കഷത്തിൽ പുസ്തകം വെച്ച് നടക്കുന്നവന്മാരും ഈ നൈറ്റ് ഇട്ട് നടക്കുന്നവന്മാരും യുവമാരെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ദൈവത്തിന്റെ പേരില് ദൈവത്തിന്റെ ആലയം ഉണ്ടാക്കാനാ ഇതിനാ മറ്റേതിനാന്നൊക്കെ പറഞ്ഞിട്ട് യുവമാരെ ആളുകളുടെ കയ്യിൽ നിന്ന് സ്ഥലം പിടുങ്ങും, പണം പിടുങ്ങും, സ്വർണം പിടുങ്ങും. പറ്റിപ്പായി പോലും ഓർത്തിട്ട് പറ്റിപ്പൊന്നുമല്ല. പാവാത ഹിന്ദു ആയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദൈവവിശ്വാസം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടു അവർക്ക് വിശ്വാസം കൂടും. അന്നേരം അവരങ്ങ് നേരിട്ട് സ്വർഗത്തിലേക്ക് ഇപ്പൊ പോകാന്നോ കരുതി അല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. വല്ലാത്തതായിപ്പോയി. നമുക്കിനി ആര് കളിയാക്കിയാലും നമുക്ക് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതാ പറഞ്ഞേ, ഇനി നമുക്ക് എന്താ പറയുന്നത്, ഇനിയും അതിന്റെ പേരിൽ നമ്മൾ ഇതാക്കിയിട്ടൊന്നുമില്ല. എന്താണ് ഇതിന്റെ കണ്ടീഷനിൽ നമുക്ക് വായിച്ചു നോക്കാൻ ഉള്ള കോപ്പി ഉണ്ടോ അതിന്റെ? ഇല്ല, കോപ്പി അതെല്ലാം വിദഗ്ധമായിട്ട് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങിച്ചെടുത്തുണ്ട്. അതിന്റെ അടിയാധാരത്തിന്റെ കോപ്പികളോ അല്ല ഫോട്ടോ കോപ്പി ഒന്നും കാണുന്നില്ല. ഇവിടെ ഞാൻ തപ്പി നോക്കി, ഒന്നും കാണുന്നില്ല. അതൊന്നും അടിയാധാരം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇതിൽ എന്തായിരുന്നു കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തിൽ എന്നത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ അതിന്റെ പുറകെ നിങ്ങൾ പോയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതല്ലാതെ പഴയ ആധാരമോ മുന്നാധാരമോ ഒക്കെ വെച്ചിട്ട് എന്തെടുക്കാനാ? അത് വിറ്റുപോകാനുള്ള പരിപാടിക്കാണ് കാര്യം. ഈ ഏരിയ മൊത്തം ആൾക്കാർ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അന്നേരം നിങ്ങൾ ശാസ്ത്രീയമായി ഇവനാൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഇത് ഇനിയും ഒരാൾക്ക് ഇതുപോലത്തെ ഒരു അവസരം പറ്റരുത്. അതാണ് ഈ കൂടി ഞാൻ ഇഷ്ടംപോലെ പ്രതികരണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നല്ല രീതിയിൽ എവിടെയൊക്കെ കൊള്ളാൻ പറ്റും അത്രയും കൊള്ളിച്ച് ഒരു മെസ്സേജുകൾ കൊടുക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാർ എന്നിട്ടും പെട്ടുപോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാനിതൊക്കെ വായിക്കുകയും എടുക്കുകയും ചെയ്യും. അതാണ് ഈ ഉമ്മാരുടെ മിടുക്ക്. അതാ പറഞ്ഞത്, ദൈവത്തിന്റെ നാമത്തിൽ ഈ എല്ലാ പണിയും വരുമ്പോഴത്തേക്കും ആളുകൾ അവിടെ ബ്ലൈൻഡ് ആയി പോകും. ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉദ്യോഗമോ പദവിയിലൊന്നും കാര്യമില്ല. യുവന്മാരുടെ ആ വാക്ചാതുര്യത്തില് ആളുകൾ വീഴും, യുവന്മാർ മറിച്ചിടും. അന്നേരം അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, യുവമാരെ സൂക്ഷിക്കുക എന്നത് മാത്രമേ പറ്റത്തുള്ളൂ. പറഞ്ഞോട്ടെ, എന്റെ ഒരു അവസ്ഥ, ഞാൻ ഇദ്ദേഹം കല്യാണം കഴിച്ച് ഞങ്ങൾ വന്നതാണ് ഇവിടെ. വന്നപ്പോൾ ചേട്ടന്റെ പേര് 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ടൊക്കെ ഇരുന്നു. ഇപ്പൊ നല്ലൊരു വീടൊക്കെ വെച്ചു, ഏട്ടൻ മരിക്കുന്നതിന് മുമ്പ് വെച്ചായിരുന്നു. അങ്ങനെ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. 18 മരിച്ചു. ഏതെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ എല്ലാം പോകുന്നുണ്ടോ? ഞാൻ ഒരു CSI ആണ്, ചർച്ചിൽ പോകുന്ന ഒരാളാണ്. അന്നേരം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ പൈശാചിക കൂട്ടായ്മകളിലൊന്നും ഇനിയും പെട്ടുപോകല്ലേ. ഇതുപോലെ സമാധാനവും കാശും ഇത് വല്ലാത്ത നമ്മളെ റബ്ബറൊക്കെ കിട്ടും 58 ഷീറ്റ് വരെ ഈ തൊടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് വെട്ടി ഇറക്കുമ്പോൾ പാൽ എത്രയാ മരത്തേന്ന് ഇറങ്ങി പോണേന്ന് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഇത് ഇനി ഇത്ര ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഇതൊന്നും ഈ മെസ്സേജ് കണ്ടപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള സൊല്യൂഷൻ ഇതേ ഉള്ളൂ. ഇനി അത് പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, രക്ഷപ്രാപിക്കുവാൻ ഇത്തരം പൈശാചികദാസന്മാരുടെ അടുത്ത് പോവുകയോ ഇവന്മാർക്ക് വസ്തുവകകൾ എഴുതി കൊടുക്കുകയോ വേണോ? നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്? കഴിഞ്ഞ ദിവസം പ്രവീൺ പ്രസാദ് എന്നൊരു തീവട്ടിപ്പാച്ചർ എനിക്ക് 100 തന്നാൽ നിങ്ങൾക്ക് 110 തിരികെ കിട്ടും എന്നും പറഞ്ഞ് ആളുകളുടെ പേഴ്സിൽ ഉണ്ടായിരുന്ന സകലതും പിടിച്ചു പറിക്കുന്നത് നമ്മൾ കണ്ടു. അവനന്ന് ആ പണി ചെയ്തത്, അവന് പൈൽസിൻ്റെ സർജറിക്ക് പോകാൻ ഒരു 25,000 രൂപ അത്യാവശ്യമായിരുന്നു. അത് കണ്ടെത്തുവാൻ വേണ്ടിയാണ് ആ പാച്ചർ അത് ചെയ്തത് എന്നാണ് നമുക്കറിയുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മുണ്ണകളെ, നിങ്ങൾക്കിനിയും അബദ്ധം പറ്റരുത്. സ്വന്തം ഭവനങ്ങൾ പ്രാർത്ഥനാലയങ്ങളാകട്ടെ, നിങ്ങൾ കുടുംബസമേതം നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. വെറുതെ നിങ്ങൾ ഇത്തരം തീവട്ടികളുടെ കഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കരുതേ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.